പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വീണ്ടും പ്രത്യാശയും ധൈര്യമുള്ളവരായി കർത്താവിൽ ആശ്രയിച്ച് ഇന്ന് കാലമായിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയമായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദൈവവചനത്തിന്റെ ആ ചോദ്യവും അതിന്റെ മത്സരവും അതിന്റെ ആൻസറും, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കുതിരകളോട് ഓടി നീ എങ്ങനെ ജയിക്കും? പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, മാനുഷികമായുള്ള ചിലതിനെ ഓടി ജയിക്കുവാൻ കഴിയാത്ത വിധത്തില് സ്തോത്രം ക്ഷീണിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ബലമില്ലാത്തൊരവസ്ഥയിലേക്ക് നീ കടന്നു പോയാൽ, വാഗ്ദത്തമായിരിക്കുന്ന പ്രത്യാശയുടെ ചില വാഗ്ദത്തങ്ങൾ മുന്നിലിരിക്കുന്നത് എങ്ങനെ നേടിയെടുക്കും? ആ വാഗ്ദത്തങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മത്സരിച്ചോടുന്ന ഒരു കുതിരയെ പോലെ നീ ആയിരിക്കാൻ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ആഗ്രഹിക്കുന്നു. ക്ഷീണിക്കുന്നവരായിട്ടല്ല, ജയാളികളായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പ്രത്യാശയുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഒത്തിരി തളർച്ചകൾ വന്നിട്ടുണ്ടാകാം, ഒത്തിരി ക്ഷീണങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിന് മധ്യേ ഹല്ലേലൂയ ഒരു കുതിരയെ പോലെ ഹല്ലേലൂയ ഓടുവാൻ ബലമുള്ളവരായി തീരേണ്ടതിനായി ദൈവിക കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ദിനം നമുക്കായിരിക്കാം. പ്രത്യാശയോടത് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ക്ഷീണിക്കുകയല്ല, സമാധാന ദേശത്ത് നിർഭയമായിരിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം യോർദാൻ വൻകാട്ടിൽ ഭയപ്പെടുന്നവനായിട്ടല്ല, ജയാളിയായി തന്നെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഒന്ന് പ്രത്യാശയോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ദിനമായിരിക്കട്ടെ. സർവശക്തനായ ദൈവം ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.